ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ചെടിയാണ് ചങ്ങലം പരണ്ട. ഇതുപോലെ വൃക്ഷങ്ങളിൽ പടർന്നു കയറുന്ന ചങ്ങല പോലെ കാണുന്ന ചെടിയാണിത്. അസ്ഥിരോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഇത്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ ഇതിനെ അസ്ഥി സംഹാരി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇളം തണ്ടാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഇത്രയും തണ്ട് എടുത്തിട്ടുണ്ട്. ഇത് 1-2 തണ്ട് മൂത്തതാണ്. നമുക്ക് ഇളം തണ്ട് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിനൊരു ഇത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ചെറിയ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കയ്യിലൊന്ന് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ സൈഡ് ഇങ്ങനെ എടുത്ത് മാറ്റാം. ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചങ്ങലം പരണ്ട ഒന്ന് ഇട്ട് വാട്ടിയെടുക്കാം. ഇല്ലെങ്കിൽ ഇതിനൊരു ചെറിയ ചൊറിച്ചിലുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ എണ്ണയിൽ വാട്ടുന്നതിന് പകരമായിട്ട് നമുക്ക് വേവിച്ചാണെങ്കിലും എടുക്കാം. തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താണെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ചമ്മന്തി അരയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ തേങ്ങ, ഉള്ളി, മുളക്, ഉപ്പ്, ചങ്ങലം പരണ്ട ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചങ്ങലം പരണ്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.